സമയത്ത് സ്കൂൾ പിള്ളേരെ പോലെ പിണങ്ങണ ചില നേതാക്കളുണ്ട്. അവനെന്നെ പിച്ചി, അവനെന്നെ തോണ്ടി, അവരെന്നെ പരിപാടിക്ക് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങുന്ന ചില നേതാക്കള്. നിങ്ങളെല്ലാരും വന്നതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാ വന്നേന്ന് മനസ്സിലായില്ല എന്നാ? കോഴിക്കോട് കോർപ്പറേഷനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ അവിടുത്തെ നേതാക്കള് നിങ്ങളെ വേണ്ട പോലെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിണങ്ങിയിരിക്കായിരുന്നില്ലേ? നമ്മളെല്ലാരും അറിഞ്ഞു. രമ്യ ഹരിദാസിന്റെ ഫോട്ടോ ചേർത്തുള്ള പരിപാടിയാണ് ഇത് ആദ്യം ഏറ്റിരിക്കുന്നവരാണ്. അങ്ങനെ വരട്ടെ. ഏതെങ്കിലും ഒരു നോട്ടീസിൽ ഒരു ഫോട്ടോ മാത്രം വെച്ചാൽ ശരിയാവില്ല. എല്ലാ നോട്ടീസിലും, എല്ലാ ഫ്ലെക്സ് ബോർഡിലും, എല്ലാ പോസ്റ്ററിലും എന്റെ തല, എന്റെ ഫുൾ ഫിഗർ എന്നുള്ള പോലെ ചാണ്ടിച്ചായന്റെ ഫോട്ടോ വെക്കണായിരുന്നു. ഇതിപ്പോ എന്തുട്ടേ? പോയി മൂടുപോയി. സ്വാഭാവികമായിട്ടും എനിക്ക് ക്ഷീണമുണ്ട്. ചാണ്ടിയുമ്മൻ പിണങ്ങിയതറിയാണ്ട് അപ്പുറത്ത് കോൺഗ്രസിന്റെ പരിപാടിയിൽ എല്ലാരും ചാണ്ടിയുമ്മനെ കാത്തിരിക്കായിരുന്നു. എല്ലാരും വന്നു, ചാണ്ടിച്ചായ മാത്രം വന്നില്ല. ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ DCC അടക്കം എല്ലാവരും ചാണ്ടിയുമ്മനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. എല്ലാരും ക്ഷണിച്ചിട്ടൊന്നുമില്ല, എന്റെ സങ്കല്പത്തിനനുസരിച്ച് ആരും ക്ഷണിച്ചിട്ടില്ല എന്ന് ചാണ്ടിയുമ്മൻ. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാതൃകാപരമായ പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് പങ്കെടുത്തതിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കും. സംഗതി കൈവിട്ട് പോണുണ്ടോ എന്നൊരു സംശയം തോന്നിയപ്പോ ചാണ്ടിയുമ്മൻ നേരെ DCC പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോയി. ആരും പേടിക്കേണ്ട, എല്ലാം നിങ്ങൾ പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പൊ ചാണ്ടിയുമ്മൻ പറയണത്. DCC എന്തിനാ ക്ഷണിക്കുന്നത്? DCC എന്തിനാ ക്ഷണിക്കുന്നത്? എത്ര പെട്ടെന്നാണല്ലേ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയത്. അതെന്തായാലും നന്നായി. അപ്പൊ ഈ പുറത്ത് പലരും പറഞ്ഞു നടക്കണ പോലെ സിദ്ദിഖ് ഗ്രൂപ്പ്, ഷാഫി പറമ്പിൽ ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളിലുള്ള അതൃപ്തി കൊണ്ടല്ലേ ചാണ്ടിച്ചായ പരിപാടിക്ക് പോകേണ്ടിരുന്നത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. ഇതൊരു വിവാദമാക്കി നിങ്ങൾ മാറ്റുക. ഞാൻ അതിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും പറയില്ല. അപ്പൊ രാവിലെ പറഞ്ഞ പരാതിയൊക്കെ പിൻവലിക്കല്ലേ ചാണ്ടിച്ചായ? കാര്യങ്ങളൊക്കെ പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടും ചാണ്ടിച്ചായന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെയായിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. പരിപാടിയുടെ സമയം പോലും പറയാണ്ടാണോ ദാസപ്പ ഒരു MLA പരിപാടിക്ക് ക്ഷണിക്കണത്? ചാണ്ടിയുമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുക്കാൻ ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടിയുമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാതി. പോരാത്തിന് പാർട്ടിയിലുള്ള നേതാക്കളുടെ അതേ എണ്ണത്തിൽ അത്രയും തന്നെ ഗ്രൂപ്പുകളും. ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് ഏതെങ്കിലും കാലത്ത് കുറച്ചെങ്കിലും ഐക്യം കാണാൻ പറ്റുമെന്നാണ് നാട്ടുകാർ വയ്ക്കുന്നത്.